അവന്റെ മനുഷ്യത്വം മറന്നുകൊണ്ട് അടിവയറ്റിലേക്ക് കടാര കുത്തിയിറക്കുന്ന, മുതുകിൽ ബ്ലേഡ് വെച്ചും കത്തിവെച്ചും സ്വന്തം സംഘടനയുടെ പേരെഴുതി കൊടുക്കുന്ന സംസ്കാരമുള്ള ക്യാമ്പസിൽ അരുതു മക്കളെ എന്ന് പറയാൻ ക്യാമ്പസിൽ SSF-കാരൻ വേണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിച്ചോളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടിപ്പറയുന്നില്ല. അർഹമുർറാഹിമായ റബ്ബ് ഈ സംഘടനാ സംവിധാനത്തിന്റെ ഐശ്വര്യം ഈ നാട്ടിൽ നിലനിർത്തിത്തരാൻ നിങ്ങൾ ആത്മാർത്ഥമായി ദുആയിരക്കണം. ഞാൻ ഓർത്തുപോകുന്നു, ഇതാ ഞങ്ങൾ ഈ അടുത്ത സമയത്തൊരു സംസ്ഥാന പര്യടനം നടത്തി. ആ സമയത്ത് എറണാകുളത്തെത്തുമ്പോ കരുനാഗപ്പള്ളി ഡിവിഷനിലെ ക്രാപ്പന പഞ്ചായത്തിലെ പൂത്തരുവ് യൂണിറ്റിലെ ഒരു സാധാരണ SSF-ന്റെ പ്രവർത്തകൻ മരണപ്പെട്ട വിവരമറിയുന്നു. എറണാകുളത്ത് നിന്ന് ഞങ്ങൾ തിരിച്ചങ്ങട്ട് പോയി. സുബ്ഹാനല്ലാഹ്, ഒരു ചെറ്റക്കുടിലിലെ അതാ വലിയ കുടുംബത്തിലെ ഇളയ കുട്ടിയാണവൻ. ഈ അബ്ദുൽ അസീസിന് വേണ്ടി ആരും അവിടെ ഒരുമിച്ച് കൂടണ്ട. കാരണം സാമ്പത്തികമായ സ്കെയില് വെച്ചാണ് ഇന്ന് സമൂഹത്തെ അളക്കുന്നത്. പണക്കാരനെത്ര തെമ്മാടിയായാലും അവന് സീറ്റുണ്ട്, പാവപ്പെട്ടവനെത്ര നല്ലവനായാലും അംഗീകരിക്കാൻ പൊതുവെ സമൂഹം തയ്യാറാകുന്നില്ല. ഈ ഒരവസരത്തിൽ സാമ്പത്തിക ഉച്ചനീചത്വം സമൂഹത്തെ തട്ടായി തിരിക്കുന്ന കാലയളവിൽ ഈ അബ്ദുൽ അസീസിന്റെ വീട്ടിൽ ഒരുപാട് പേരൊന്നും വരണ്ട. അവന്റെ ജനാസയെ ആരും അനുഗമിക്കണ്ട. 3 or 4 ബന്ധുക്കൾ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ച് അവനെ വെച്ചിട്ട് അതാ സലാം പറഞ്ഞു പിരിയേണ്ടതിന് പകരം സുബ്ഹാനല്ലാഹ്, അതാ അബ്ദുൽ അസീസിന്റെ ജനാസ നിസ്കാരത്തിന് സമയമായപ്പോ ആ വീടും നാടും നിറഞ്ഞു കവിഞ്ഞുപോയി. ആയിരക്കണക്കിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ ആ വീടിനെ ലക്ഷ്യമാക്കി വന്നുപോയി. സുബ്ഹാനല്ലാഹ്, അക്കൂട്ടത്തിൽ തെക്കൻ കേരളത്തിൽ നിന്ന് ആധികാരിക സമസ്ത മുശാവറയിൽ ഒരേ ഒരംഗമായ ശൈഖുനാ ഹൈദ്രൂസ് ഉസ്താദ് അടക്കമുള്ള വലിയ വയോധിക പണ്ഡിതന്മാരുണ്ട് കേട്ടോ. അവരും അവിടെ വന്നുപോയി. അബ്ദുൽ അസീസിനെ അവർക്കറിയില്ല. SSF-കാരനെന്ന സ്നേഹം കൊണ്ട് വന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനെ അടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. വഞ്ചന വലിയുടെ അകമ്പടിയോട് അതാ 2 നില വലിയ പള്ളിക്ക് ഉൾക്കൊള്ളാനാകാത്ത വഞ്ചന വലി അവന് ജനാസ സംസ്കരിക്കാൻ ഒത്തുകൂടി. എന്നിട്ട് ഖബറിലേക്ക് വെക്കുമ്പോ പ്രാദേശിക SSF-ന്റെ നേതാക്കള് അതാ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൽ ഉഖ്റാ എന്ന് പറഞ്ഞ് കൂട്ടുകാരന് കണ്ണീരിൽ ചാലിച്ച പിടിമണ്ണ് വാരിയിട്ടുകൊടുത്ത ശേഷം തൊഴിലാളികൾ മണ്ണ് നീക്കിയിടുന്ന പ്രവർത്തനം പൂർത്തിയാക്കുമ്പോഴേക്ക് അവിടെ നിന്നുകൊണ്ട് അവർ ചൊല്ലിക്കൊടുക്കുന്നു, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ഇങ്ങനെ തുടങ്ങി തദാ തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുന്നു. എന്നിട്ടതാ തൽഖീന് ചൊല്ലിക്കൊടുത്ത് യാസീനോദി ദുആയിരുന്നു വിട പറയുമ്പോ അസ്സലാമു അലൈക്കും യാ അഖീ യാ സദീഖി യാ ഖിത്അത ഖൽബി മൽജഅ മഹബ്ബതി എന്ന് പറഞ്ഞ് അവിടുന്ന് യാത്ര പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് സാധാരണ ഷർട്ട് ഉപയോഗിക്കാത്ത പിതാവ്, കൂലിപ്പണിക്കാരനായ ഉപ്പ, 5 വക്ത് നിസ്കാരം മുടക്കാത്ത സാധാരണക്കാരനായ ആ പിതാവിനോട് ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞ് യാത്ര ചോദിക്കുമ്പോ പിതാവ് കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ ചെവിയുടെ അടുത്തേക്ക് ചുണ്ടുവെച്ച് പറഞ്ഞൊരു വാചകം ഈ സദസ്സിൽ വെച്ച് പറയുമ്പോഴും എന്റെ കൽബ് പിടയ്ക്കുന്നു.
നമ്മുടെ ക്വാളിഫിക്കേഷൻ ഓർത്തിട്ടാണ്. നമുക്കതിന് യോഗ്യതയുണ്ടോ? ആ സാർത്ഥവാഹക സംഘത്തിന്റെ നേതൃത്വം മഹാന്മാര് നയിച്ചത്, അത് പിന്തുടരാൻ നമുക്ക് പവറുണ്ടോ? ഈ പിതാവ് പറഞ്ഞ വാചകം എന്തെന്നറിയുമോ? എന്റെ മകൾ 19 വയസ്സില് ശ്വാസകോശ തടസ്സ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയവനാണ്. അവനെപ്പോഴും ആ രോഗം കൊണ്ട് വിഷമിച്ചവനാണ്. അവനാണ് മരിച്ചത്. പക്ഷേ ഞാനിപ്പോൾ അവനിലാകെ സമാധാനിക്കുന്നത്, SSLC പോലും എഡ്യൂക്കേഷൻ പൂർത്തിയാക്കാത്ത അവന് ആയിരക്കണക്കിന് അലിമീങ്ങളും മുതല്ലിമീങ്ങളും അവന്റെ ജനാസ സംസ്കാരത്തിന് എത്തിച്ചേർന്ന് ഈ സംവിധാനം ഓർത്തിട്ട് ഞാൻ ചിന്തിക്കുന്നു, റബ്ബേ, എന്റെ മകൻ 15 വയസ്സ് പ്രായപൂർത്തിയായ ശേഷം അവൻ വല്ല തെറ്റും 4 വർഷക്കാലം നിന്റെ മുമ്പിൽ ചെയ്തു പോയെങ്കിൽ SSFന് പ്രവർത്തിച്ച ബറക്കത്തുകൊണ്ട് അല്ലാഹു അത് പുറത്തു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുമ്പോഴാണ് ഇതിന് നമുക്കെവിടെ യോഗ്യത? ഈ സംഘത്തിന് മുന്നിൽ നടക്കാൻ എന്ത് പവർ എന്ന് ചിന്തിച്ച് ഉത്തരവാദിത്തത്തിന്റെ കനമോർത്തുകൊണ്ട് കരഞ്ഞുപോയി. മാതാവിന് കതകിന് മറവിൽ വിളിച്ചിട്ട് സമാധാനത്തിന്റെ വാചകം ഉന്നയിക്കാൻ അവരെ വിളിക്കുന്ന സമയത്ത് ആ തള്ളയോട് പറയുമ്പോ ഉമ്മ പറയുന്നു, എന്റെ മകൻ 2 ദിവസം മുമ്പ് ഇവിടുന്ന് അതാ തൊട്ടടുത്ത വീട്ടിൽ കിടന്ന കടപ്പുറം മണൽ വാരിക്കൊണ്ടുവന്ന് ഇവിടെ വിതറി, ഈ മുറ്റം വൃത്തിയാക്കി. അപ്പോഴാണ് മുറ്റത്തിന്റെ ബ്യൂട്ടി ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടുകാരന്റെ വേർപാടിൽ ദുഃഖിച്ചു നിന്ന ഞങ്ങൾക്ക് മുറ്റത്തിന്റെ മണം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അവനോട് ബന്ധപ്പെടുത്തി ഉമ്മ പറയുമ്പോഴാണ് ഞങ്ങൾ നോക്കിയത്, ശരിയാ. എന്നിട്ട് പറയുന്നു, ഉമ്മ, അവനാണിവിടെ ഒരു കട്ടിലുള്ളത്, അവനാണിവിടെ ഒരു കസേര ഉള്ളത്. ഞങ്ങൾ മാതാപിതാക്കള് താഴെയാണ് കിടക്കുന്നത്. അവൻ രോഗിയായതുകൊണ്ട് മുകളിൽ കിടത്തുകയാണ്. ആ ഒരു കട്ടില് മാത്രമേ ഈ വീട്ടിലുള്ളൂ. അവനെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഇരിക്കാൻ ഒരു കസേരയും ഉണ്ട്. ഇത് രണ്ടും അവൻ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി ഇവിടമാകെ കഴുകി ക്ലീൻ ചെയ്തു. അതാ നിങ്ങൾ കാണുന്നില്ലേ ഏർവാടി പള്ളിയുടെ ചിത്രം ആ കതകില് മനോഹരമായി വരച്ചിട്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച സിയാറത്തിന് പോയ ആ പള്ളിയുടെ ചിത്രം SSFന്റെ ബുള്ളറ്റിനെഴുതിയ വിരലുകൾ കൊണ്ട് മനോഹരമായി കുറിച്ചിട്ടിരിക്കുന്നു. ഞങ്ങൾ നോക്കി, ശരിയാണ്, വളരെ സൗന്ദര്യമുള്ളത് തന്നെ. ഒരു ചെറ്റക്കുടിൽ, അതിന്റെ ഫ്രണ്ടിൽ മാത്രം സീലിംഗ് അടിച്ചിട്ടുണ്ട്. അതിലൊരു പലകമേൽ SSFന്റെ ത്രിവർണ്ണ പതാകയുടെ കളർ വെള്ളയിൽ, ആത്മാർത്ഥത മുറ്റുന്ന വെള്ളയിൽ പൂങ്കാവനമെന്ന് വീട്ടുപേരെഴുതിയിരിക്കുന്നു. ആ വീട്ടുമുറ്റത്തു നിന്നുകൊണ്ട് ഉമ്മ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോ ഞാൻ അവനോട് ചോദിച്ചു, മോനെ, നിന്റെ കല്യാണം വല്ലതുമായോ? അല്ല ഉമ്മ, കരകാണാത്ത കരുണയുടെ കടലായ നിങ്ങളുടെ കരങ്ങൾ കാഫിയത്തുള്ള സമയത്ത് ഞാനങ്ങ് മരിച്ചാൽ എന്നെ താക്കിയെടുക്കാൻ നിങ്ങളുടെ പൊന്നാര കരങ്ങളുണ്ടാകുമല്ലോ. ഇതങ്ങട്ട് പറയുമ്പോഴേക്ക് അവന്റെ ചുണ്ടമർത്തി പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ, ആവശ്യമില്ലാത്തത് പറയാതടാ. ഞാനങ്ങനെ പറഞ്ഞെങ്കിലും അവൻ 2 ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ച ദിവസം ജുമയ്ക്ക് 5 മിനിറ്റ് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞ ഉമ്മയുടെ മുന്നിൽ ഞങ്ങൾക്കൊരു വാക്കും മിണ്ടാൻ കഴിയുന്നില്ല. അല്പം കഴിഞ്ഞപ്പോ യാന്ത്രികമായി സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ ഉമ്മ കരച്ചിൽ നിർത്തി. എന്നിട്ട് പറയുന്നു, അവനൊരു സുന്നി പ്രവർത്തകനായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സമാധാനിക്കാൻ
അതാ ഈ ഉമ്മയും ബാപ്പയുടെയും പൊന്നാര മകൻ മരിച്ച വിവരവും അതാ റിസാലയിലും സിറാജിലും കൊടുത്തുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോട് അവന് വേണ്ടി ദുആ ഇറക്കണമെന്ന് പറഞ്ഞപ്പോ ഹറമുകളിലടക്കം വിദേശ മലയാളികൾ ഒരുമിച്ച് കൂടിയിട്ട് അവന് മയ്യിത്ത് നിസ്കരിച്ചില്ലേ, അവന് ദുആ ഇരുന്നില്ലേ? മരണപ്പെട്ട മകനോർത്ത് മാതാപിതാക്കൾക്ക് ഇങ്ങനെ സമാധാനിക്കാൻ വക നൽകുന്ന പ്രസ്ഥാനം ഏതാണ് മക്കളെ? മരിച്ചു പോകുന്ന കൂട്ടുകാരന്റെ 2 വിരലിനിടയിലിരുന്നൊരു സർക്കുലർ വീഴാനൊരുങ്ങുമ്പോ 3 പുതിയ പ്രവർത്തകർ ഏറ്റുവാങ്ങി സുന്നത്ത് ജമാഅത്തിന് സമർപ്പിക്കുന്ന രംഗം വേറെ എവിടെയാ നമുക്ക് കാണുന്നത്? ഈ മഹത്തായ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് അല്ലാഹുവിനോട് ദുആ ഇരക്കണം. പോരായ്മകളുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാർക്ക് നിങ്ങൾ ഉണർത്തിക്കൊടുക്കണം. നാട്ടിൽ ഈ മഹത്തായ സംവിധാനത്തിന് ആഴത്തിലുള്ള വേരുകൾ നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ കൊടുത്തിട്ടുണ്ട്. അത് പടർന്നു പന്തലിക്കാൻ അവസരം കൊടുക്കണമെന്ന് എന്റെ രക്ഷകർത്താക്കളോട്, എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരോട്, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവരോട് ഈ വേളയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഓ ഖാലിദ് എന്ന കണ്ണൂർ ജില്ലക്കാരൻ ഞങ്ങൾക്ക് ആവേശമാണ് കേട്ടോ. ഓ ഖാലിദിനെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഓർമ്മകളിലെ ഓ ഖാലിദ് എന്ന പുസ്തകം ഇവിടെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റി 3ാമത് തവണയും അത് പ്രിന്റ് ചെയ്തിറക്കി. ചെറുപ്പക്കാരാവേശത്തോടെ വാങ്ങുന്നു. ഓ ഖാലിദാരാ, ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഒരു പുരുഷായുസിന്റെ പ്രവർത്തനം നടത്തി അതാ ഒരു യുവാവ് ചുറുചുറുക്കുള്ള സമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞ ഖാലിദിനെ അറിയാത്തവരില്ല. ഈ അടുത്ത സമയത്തൊരു മീലാദ് ക്യാമ്പയിന് ഇന്നത്തെ തലക്കനമുള്ള പണ്ഡിതൻ ശൈഖുന എം.എ. ഉസ്താദ് ആരെയും ആവശ്യമില്ലാതെ പുകഴ്ത്തുന്നയാളല്ല. മഹാനവറുകൾ ആ മീലാദ് ക്യാമ്പയിനില് 3ാമത്തെ പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിനോടനുബന്ധിച്ച് അരമണിക്കൂർ സമയം പ്രസംഗിച്ചതിൽ 99.5% വാക്കുകളും ഖാലിദിന്റെ മദ്ഹായിരുന്നു. ഖാലിദ് എനിക്കും മാതൃകയാണ് എന്ന് എം.എ. ഉസ്താദ് എന്ന പണ്ഡിതൻ പറയുമ്പോ അതിശയിച്ചു പോയി. ഓ ഖാലിദിന്റെ പേര് കേൾക്കുമ്പോ ഒരു 3 SSFകാരൻ പുതുതായി ജനിക്കുന്നില്ലേ? ഓ ഖാലിദിനെ ആരാ കേരളത്തിന് സമ്മാനിച്ചത്? അബ്ദുറസാഖ് കൊട്ടിയെന്ന ഏകാന്ത പതികൾ റിസാലയുടെ അകത്തളത്തിലിരുന്ന് മാസികയാക്കി മാറ്റാം ദൈവാരിക എന്നാലോചിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്റെ ജ്യേഷ്ഠ സഹോദരൻ, എന്റെ നേതാവ് അബ്ദുറസാഖ് അകത്തളത്തിലിരുന്ന് ഞങ്ങളാരും അറിയാതെ ആഴ്ചപ്പതിപ്പിന്റെ കോലം കെട്ടി മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ മുന്നിൽ കൊണ്ടുചെന്ന് മഹാനവറുകളെ കൊണ്ട് ദ്വാരപ്പിച്ച് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കട്ടെ എന്ന് ദ്വാരപ്പിച്ച രംഗം ഞാൻ ഓർത്തുപോകുന്നു. അബ്ദുറസാഖ് ഖബറിലാണ്. റിസാലയുടെ പ്രചരണവുമായി ഇക്കഴിഞ്ഞയാഴ്ച ഞങ്ങൾ പര്യടനം നടത്തുമ്പോ സുഹൃത്ത് അബ്ദുറസാഖിന്റെ ഖബർ സിയാറത്ത് ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റിസാലയുടെ പിന്നിലുള്ള ബറക്കത്തതാണ്. അർഹമുർ റഹീമായ റബ്ബ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള വാരികയായി SSFന്റെ ചുണക്കുട്ടികൾ ഉയർത്തിയ റിസാല ഇന്റർനെറ്റ് എഡിഷനോട് എല്ലാ രാജ്യങ്ങളിലും ഇരുന്ന് സൈറ്റിലൂടെ ഇസ്ലാമിക് ബ്രദേഴ്സിനും മറ്റുള്ളവർക്കും വായിക്കാൻ അവസരം തുറന്ന ആ ചരിത്ര സമീക്ഷ റിസാലയുടെ പ്രചരണത്തിനിറങ്ങിയ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇനിയും അതിന്റെ പാതയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ സഹപ്രവർത്തകരെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ സംഘടനാ സംവിധാനത്തിന്റെ ബറക്കത്ത് ഒരിക്കൽ കൂടി വെളിവായി. അതേ 50ൽ പരം കോപ്പികൾ ചേർക്കുന്നവരെ നറുക്കെടുപ്പ്
തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഒരാളെ ഹജ്ജിന് വിടുമെന്ന് തീരുമാനിച്ചു. അൽഹംദുലില്ലാഹ്, കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിൽ വെച്ച് അങ്ങ് തെക്ക് നിന്ന് തുടങ്ങിയ പര്യടനം അവസാനിക്കുമ്പോ അതാ 58 59 പേരടങ്ങുന്ന കൂപ്പണികൾ നിറഞ്ഞ ബക്കറ്റിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി, ഈ ഇരിക്കുന്ന മഹാനായ സയ്യിദ് അവറുകളുടെ മൂത്ത സഹോദരൻ, അതാ അവിടുന്ന് വന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ടൊരു നറുക്കെടുക്കുന്നു. SSFന്റെ പ്രവർത്തകർ ഉറ്റുനോക്കിയ, സാഹിത്യ കേരളം ഉറ്റുനോക്കിയ, ഇബാദത്ത് സമാനമായി പ്രഖ്യാപിച്ച ആ വലിയ മെഗാ സ്കീമിന്റെ റിസൾട്ട് അതിൽ കാതോർത്ത മുഴുവൻ ആളുകളെയും അതാ ആകാംക്ഷയോടെ നോക്കിയിരുത്തി ഉമറുൽ ഫാറൂഖ് തങ്ങൾ അൽ ബുഖാരി അവിടുത്തെ പവിത്രധന്യമായ കരം കൊണ്ടെടുത്ത കൂപ്പൺ 11ാം നമ്പർ കൂപ്പണായിരുന്നു. ഞങ്ങൾ അതിശയിച്ചു പോയി. ഏറ്റവും കൂടുതൽ റിസാല വരിക്കാരെ ചേർത്ത ഒരു B.Ed വിദ്യാർത്ഥിയായി കൊട്ടാരക്കര B.Ed കോളേജിൽ പഠിക്കുന്ന അതേ വളാഞ്ചേരി ഡിവിഷനിൽ നിന്ന് ഉമർ സഖാഫിയുടെ സ്ക്വാഡിൽ വർക്ക് ചെയ്ത പ്രിയപ്പെട്ട സഹോദരനതാ ഹജ്ജിന് അവസരമുള്ളയാളായി തെരഞ്ഞെടുക്കപ്പെടുന്നു. 50 ചേർത്തവരുണ്ട്, 100 ചേർത്തവരുണ്ട്. പക്ഷേ 190ഓളം വരിക്കാരെ ചേർത്ത ഈ കൂട്ടുകാരന് കിട്ടിയത് SSFന്റെ ബറക്കത്ത് കൊണ്ടാണെന്ന് ആവർത്തിച്ചോർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഈ പാതയിൽ അടിയുറച്ചു നിൽക്കുക. അർഹമുർ-റഹീമായ റബ്ബ് ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്യുന്നതിന് സ്വർഗം കൂലി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ സംസാരം നീട്ടുന്നില്ല. നാളെ ആഖിറത്തിൽ യൗമ തബിയല്ലു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്, മുഖം വെളുക്കുന്നവരും കറുക്കുന്നവരും വേർതിരിക്കുന്ന സമയത്ത് യൗമ തബിയല്ലു വജൂഹ്, മുഖം വെളുക്കുന്നവരാരാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുത്തെ തഫ്സീറിൽ ഓർമ്മപ്പെടുത്തുന്നു, ഐ വജൂഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ആ സമയത്ത് മുഖം വെളുത്തവരായി, സന്തോഷിക്കുന്നവരായി, സ്വർഗം പുൽകുന്നവരായി അവിടെ എത്താനും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ജിവാറിലായി ജന്നത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടെ വെച്ച് മുഴുവൻ SSFകാരെയും SYSകാരെയും കണ്ട് സന്തോഷിക്കാൻ പടച്ച റബ്ബ് നമുക്ക് ഇഖ്ലാസ് കൈമുതലാക്കി തരട്ടെ എന്ന് ദുആയിരുന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോടൊരു വാക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹത്തായ സംവിധാനം നിലനിർത്താൻ നിങ്ങൾ സഹായിക്കണം. അൽഹംദുലില്ലാഹ്, സുന്നത്തി ക്യാമ്പിലൂടെ വിധവകളുടെ കണ്ണീരൊപ്പിയതിലൂടെ അവർക്ക് സഹായം ചെയ്തതിലൂടെ പാവപ്പെട്ടവർക്ക് തുച്ഛമായ അരിയെങ്കിലും വിതരണം ചെയ്തതിലൂടെ മാതൃക കാട്ടിയ SSFന്റെ ദശവാർഷികാഘോഷം ഇവിടെ സമാപിക്കുകയാണ്. അതാ ദുആയുടെ മജ്ലിസിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ എത്തിക്കഴിഞ്ഞു. തങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇരുത്തി പറയുന്നത് വിശേഷിച്ചും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി, ജലാലുദ്ദീൻ ബുഖാരി തങ്ങന്മാരെ പോലെ കേരളത്തിൽ അറിയപ്പെട്ട കറാമത്തുകളുടെ കേളീരംഗമായ മഹാന്മാരുടെ പരമ്പരയിൽ അല്ലാഹു നമുക്ക് സമ്മാനിച്ച ഒരു കുടുംബമാണിത്. അർഹമുർ-റഹീമായ റബ്ബ് അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വരദാനമായി വിന്യസിച്ചിട്ടുള്ള ഈ കുടുംബത്തെ അല്ലാഹു ഖൈറിലാക്കുമാറാകട്ടെ. അതാ പ്രിയപ്പെട്ട സഹോദരൻ ഖലീൽ ബുഖാരി തങ്ങളാണ് ഇവിടെ വരാൻ
പറയാനിരുന്നത്, തങ്ങൾക്ക് ചെറിയൊരു അസ്വസ്ഥത, കുഴപ്പമൊന്നുമില്ല, വലിയ വിഷമമൊന്നുമില്ല എന്ന് പറയാൻ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദുആയിരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അർഹമുർ-റഹീമായ റബ്ബേ, അവിടുത്തെ തർബിയത്തിലേറെ നാള് ദീനീ ഖിദ്മത്തിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. പടച്ചവനെ, ഏറെ നാള് ആഫിയത്തുള്ള ദീർഘായുസോടെ ദീനിന്റെ നേതൃത്വത്തിലായി അവരെ നീ ഞങ്ങൾക്ക് തണലായി നൽകണം റഹ്മാനേ. വേദന മാറ്റിക്കൊടുക്കണം റഹ്മാനേ. രോഗം ശിഫയാക്കണം റഹ്മാനേ. എത്രയും പെട്ടെന്ന് റാഹത്ത് സമ്പൂർണം ആക്കണം അല്ലാ. യാത്രക്ക് സൗകര്യം ഒരുക്കണം റഹ്മാനേ. ഇന്നലെ CM സെന്ററിൽ നടന്ന വഅദിന്റെ മജ്‌ലിസിലും ബഹുമാനപ്പെട്ട തങ്ങള് സാധുവായ നമ്മളോട് ദുആയിരക്കാൻ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട ഇസ്മാഈലുൽ ബുഖാരി നമുക്ക് വേണ്ടി ദുആയിരക്കുന്നു. ബഹുമാനപ്പെട്ടവരിവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ ദുആയിരക്കുമ്പോ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ കുടുംബത്തിന് സ്വത്ത് മാറ്റി വെച്ചിട്ടില്ല. അനന്തരാവകാശ സ്വത്ത് പോലും അവർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞ സകാത്തിന്റെ സ്വത്ത് കൊടുക്കണ്ട, അത് മുതലിന്റെ ഡേർട്ടിയാണ്, അഴുക്കാണ്, മാലിന്യമാണ്, അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഈ ലോകത്ത് മാതൃക കാണിച്ചു തന്ന വിശ്വപ്രവാചകര് പറഞ്ഞു, ഞാൻ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ചാർത്തപ്പെട്ടില്ലേ, സത്യപ്രബോധനത്തിന്റെ വീതിയിൽ എന്നെ തായിഫിന്റെ ചെരുവിലിട്ട് ബന്ധുക്കൾക്ക് കല്ലെറിയാൻ കൈവങ്ങാത്തതിന് അങ്ങാടി പിള്ളരെ കൊണ്ടെറിയിച്ചില്ലേ, പല്ലി ഷഹീദായില്ലേ, അവിടുത്തേക്ക് വിശന്ന് പട്ടിണി കിടന്നില്ലേ. ഈ ത്യാഗമൊക്കെ അനുഭവിച്ചത് എന്റെ ഹംസ ഉഹദിന്റെ രണാങ്കണത്തിൽ ചാട്ടുളി പ്രയോഗത്തിൽ കൊല്ലപ്പെട്ട് അവിടുത്തെ കൽബ്, അവിടുത്തെ കരള് ചവച്ചു തുപ്പപ്പെട്ടില്ലേ. എന്റെ പ്രിയപ്പെട്ട പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ രക്തസാക്ഷിയായില്ലേ. എന്റെ മൂത്താപ്പയുടെ മകൻ ജഅഫർ മൂത്തത്തിൽ രക്തസാക്ഷിയായില്ലേ. ഇതിനൊന്നും നിങ്ങളോട് പകരമൊന്നും വേണ്ട. ഖുല്ലാ അസ്അലുകും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഞാനതിനൊരു കൂലിയും ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ നിന്ന്, ഒറ്റ കാര്യമൊഴികെ, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബക്കാരെ സ്നേഹിക്കണം. അർഹമുർ-റഹീമായ റബ്ബ് അങ്ങനത്തെ സ്വാലിഹീങ്ങളിൽ അവസാന ശ്വാസം വരെ നമ്മെ പടച്ച റബ്ബ് നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട തങ്ങൾ ദ്വാരക്കാൻ പോകുന്നു. അതുകൊണ്ട് ഈ മഹത്തായ മജ്‌ലിസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മബ്റൂക്കായ മജ്‌ലിസ്, ഈ മജ്‌ലിസിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ച് എല്ലാവരും റാഹത്തായി ഇരിക്കണം. ദുആയ്ക്ക് ശരിക്ക് ആമീൻ ചൊല്ലണം. നമ്മുടെ